എവരിവൺ, വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന ഓണപരീക്ഷയ്ക്കുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. അപ്പം നമ്മളെല്ലാവരും മലയാളത്തിൽ നന്നായി ഉണ്ണാം എന്ന് പറയുന്ന ഒരു പാഠഭാഗം പഠിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറേ ഉപകരണങ്ങളുടെ പേര് പഠിച്ചിട്ടുണ്ട്, അവ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്, നിലമൊരുക്കുക അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് വരികൾ നമ്മളോട് കൂട്ടിച്ചേർക്കാനും പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് ചെയ്തു. മണ്ണു കിളയ്ക്കണം, നന്നായി മണ്ണു കിളയ്ക്കണം, നിലമൊരുക്കണം, നന്നായി നിലമൊരുക്കണം, വിത്ത് വിതയ്ക്കണം, നന്നായി വിത്ത് വിതയ്ക്കണം. പിന്നെ കുറച്ച് വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് പൂർത്തിയാക്കണം. ഏറ്റവും അവസാനം എല്ലാം നന്നായി വന്നാലോ നന്നായി നമ്മൾക്കുണ്ണാലോ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയേ. മണ്ണു കിളയ്ക്കണം, നിലമൊരുക്കണം, വിത്ത് വിതയ്ക്കണം. അപ്പൊ ഇതൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളാണ്. അപ്പൊ ബാക്കി ഘട്ടങ്ങൾ ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെയുള്ള വരികൾ പൂർത്തിയാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം മണ്ണ് കളയ്ക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞു, നിലമൊരുക്കുന്ന കാര്യം നമ്മളിവിടെ പറഞ്ഞു, വിത്ത് വിതയ്ക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞു. ഇനി അടുത്ത് എന്താണ്? കള പറിക്കണം അല്ലേ. കള പറിക്കണം. പിന്നെന്ത് ചെയ്യണം? വളമിടണം. പിന്നെന്ത് ചെയ്യണം? വെള്ളമൊഴിക്കണം. ഇതൊക്കെ ചെയ്യണ്ടേ? പിന്നെ എന്താ ചെയ്യേണ്ടത്? കൊയ്തെടുക്കണം അല്ലേ. അപ്പം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നിരിക്കുന്ന വരികളുമായിട്ട് കൂട്ടിച്ചേർത്ത് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് എഴുതാം. തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കോ. മണ്ണ് കിളയ്ക്കണം, നന്നായി മണ്ണ് കിളയ്ക്കണം, നിലമൊരുക്കണം, നന്നായി നിലമൊരുക്കണം, വിത്ത് വിതയ്ക്കണം, നന്നായി വിത്ത് വിതയ്ക്കണം. അടുത്ത് നമുക്ക് എന്താണ്? കളേൻ്റെ കേസ് എഴുതാം അല്ലേ. കള പറിക്കണം, നന്നായി കള പറിക്കണം. ഇനി അടുത്ത് എന്താണ്? വളമിടണം, നന്നായി വളമിടണം. ഇനി അടുത്ത് എന്താണ്? വെള്ളമൊഴിക്കണം, വെള്ളമൊഴിക്കണം, നന്നായി വെള്ളമൊഴിക്കണം. പിന്നെ അവസാനം നമുക്ക് കൊയ്തെടുക്കണം, നന്നായി കൊയ്തെടുക്കണം. പിന്നെ അവസാനം തന്നിരിക്കുന്ന എന്താണ്? എല്ലാം നന്നായി വന്നാലോ നന്നായി നമ്മൾക്കുണ്ണാലോ. അപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഘട്ടങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കുക, നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം. അപ്പൊ ഈ ചോദ്യങ്ങളൊന്നും മിസ്സാവാതിരിക്കാനായിട്ട് മക്കൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാം നോക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.